Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் சாதி பிரபாகர் வித் மீ மை பெஸ்ட் ஃப்ரெண்ட் பூஷா. ஹாய் ஃப்ரெண்ட்ஸ். ஓகே, பூஷா வந்து ஒரு யூடியூப் சேனல் வச்சிருக்காங்க. அதுல வந்து அவங்களோட லைஃப் கிளிம்ஸஸ் எல்லாம் ஷேர் பண்ணிட்டு இருக்காங்க. சேனலோட லிங்க் வந்து டிஸ்கிரிப்ஷன்ல ஷேர் பண்றோம், போய் செக் பண்ணுங்க. ஸோ ஃப்ரெண்ட்ஸ், இது என்னோட பேச்சுலரா லாஸ்டா ரிவ்யூ கொடுக்கக்கூடிய மூவி. இது மோகினியாட்டம். புது லைஃப்குள்ள ஸ்டார்ட் ஆக போறேன். ஸோ எனக்கு ரொம்பவுமே ஹாப்பியா இருக்கு. ஸோ அந்த மொமெண்ட்ஸ் எல்லாத்தையுமே நான் ஒரு கிளிம்ஸ், அதாவது மேரேஜ் அண்ட் அதோட ப்ரிப்பரேஷன், ஷாப்பிங் எல்லாமே சேர்த்து ஒரு கிளிம்ஸா நான் வந்து கண்டென்ட்டா கிரியேட் பண்ணி யூடியூப்ல போட போறேன். ஸோ உங்களோட சப்போர்ட்டும் எனக்கு தேவை. அதோட லிங்க் நான் உங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுக்குறேன், என்னோட யூடியூப் சேனலோட லிங்க். ரொம்ப ஜாலியா எக்ஸைட்டடா வெயிட் பண்ணிட்டு இருக்காங்க. அவங்க எல்லாத்தையும் ஷேர் பண்ணணும்னு நினைச்சாங்க. நிறைய பேர் கொஞ்சம் ஹார்ட் பிரேக் கமெண்ட்ஸ் எல்லாம் போடுவாங்கன்னு நினைக்கிறேன். அப்போ ஓகே, ஹாப்பியா ஷேர் பண்ணியாச்சா? ஷேர் பண்ணிட்டேன். மூவிக்குள்ள போலாமா? போலாம். ஓ, ஆமா, நைஸ். அப்போ வா, செம்ம ஃபேமஸான பர்சன் போலயே. ஓகே, அவங்க அப்பா இறந்ததுல இருந்தே கதை தொடங்குது. நைஸ் பா, இது எனக்கு பிடிச்சிருக்கு. திருத்தம் வந்திருக்காங்கல்ல, அப்படி போல. எப்படிப்பா அப்படி இருக்காங்க? அதான் தெரியல, எவ்வளவு கேப் இல்ல. ஆமா, ஏன் இவளை பார்த்தா மட்டும் இருட்டுட்டாவது. என்ன தாடி எல்லாம் வெளுவெளு இருக்கு. കൂട്ടിട്ടാർ 360 ഡിഗ്രിയിൽ വട്ടത്തിലെ കുഴപ്പമായോ? ആ സമയം കിട്ടുമ്പോഴൊക്കെ അതിലൊന്ന് ന്യൂസൊക്കെ വെച്ചു നോക്ക്. എത്രയും വേഗം 1.5 കോടി ആ മോഹൻദാസിന്റെ പെട്ടിയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ അവൻ നമ്മളെ പൂട്ടും. 1.5 കോടിയോ? ആ രതീഷിന്റെ വായിൽ നിന്ന് എങ്ങനെ പോയാലും നമ്മളെ പേരൊന്നും പോകാൻ പോകുന്നില്ല. പക്ഷെ മോഹൻദാസ് അവൻ നമ്മളോടുള്ള ചുരുക്കം എന്തായാലും കാണിക്കും. നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റില്. ഇത് എപ്പോഴാ കൊടുക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അവൻ ലാസ്റ്റ് ഡേറ്റ് വല്ലതും തന്നിട്ടുണ്ടോ? ഹലോ, ஆமா, அந்த கறிக்கடை போயிட்டு வந்ததுக்கு அப்புறம் അയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരാൻ പറ്റൂ? അതൊന്നും നടക്കില്ല. അതിന്റെ കോൺഫിഡൻസിൽ അവൻ ആ വകയിൽ 65 ലക്ഷം പൊട്ടിയത്. എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. പണ്ടൊരിക്കൽ ഈ ഒരു അവസ്ഥ നമുക്ക് വന്നപ്പോ ഭരതേട്ടനെ മുന്നിൽ നിർത്തിയാ നമ്മൾ കളിച്ചത്. അത് പണ്ടല്ലേ, ഇപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഊരാൻ പറ്റുമെന്ന് പറയാം. അവന്റെ 1.5 കോടി മാപ്പിളൊന്നേ ഉള്ളല്ലോ. ശശിയേട്ടൻ ആ ബേബി എന്ന് പറഞ്ഞ ആളെ കാണാൻ പോയേക്ക. മൂപ്പര് വിചാരിച്ചാലേ വാടകക്കാരെ കിട്ടൂന്നാ പറയണേ. നാട്ടിലെ കണ്ണായ സ്ഥലവും വിറ്റ് ഇവിടെ വീടും മേടിച്ചു കൊടുത്തിന് അതിന്റെ മുകളിൽ വാടകക്കാരെ നമ്മൾ ഒപ്പിച്ചു കൊടുക്കണം. അതൊക്കെ അവര് നോക്കിക്കോളൂലേ. ശശിയേട്ടനും അമ്മയ്ക്കും അതിർത്തി. നമ്മൾ പോണതിന് മുന്നേ അവരെ സേഫ് ആക്കണമെന്നാ പറയണേ. എടി, നമ്മളിവിടെ ഡേഞ്ചറില്ല. അതവരറിയണ്ടോ? നീ അറിയണ്ടോ? വേറെ ജോലി കിട്ടുന്നത് വരെ തറവാട്ടിൽ നിൽക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാ ശശിയേട്ടൻ പറഞ്ഞത്. അപ്പൊ വേറെ ഓപ്ഷൻസ് ഒക്കെ ചർച്ചയിലുണ്ടല്ലേ? എടി, എന്തെങ്കിലും ജോലി ഇട്ടിട്ട് കാര്യമുണ്ടോ? നമുക്കൊന്ന് സെറ്റിൽ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ സ്പേസ് വേണ്ടല്ലേ? ആരോട് പറയാ? ஏன் இப்படி எதிர்பார்க்கறாங்க? മേളത്തെ കണക്ഷൻ അവരൊന്ന് ശരിയായിക്കോളും. പിന്നെ വാടകക്കാര് അതൊരു വിളിച്ചാൽ ഞാൻ അറിയിച്ചോളാം. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? മൂപ്പര് എങ്ങടെ അവിടെ ആയിരുന്നപ്പോ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. എന്തോ ശശിയേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? അറിയില്ല മോനെ, ഇവിടെ കാണുന്നില്ല. എന്തോ വലിയൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് സ്വയം അഭിനയിച്ച് ജീവിക്കുമ്പോ അതൊന്നുമില്ല നിങ്ങൾ ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മൂപ്പിട്ട് സ്വത്ത് മുഴുവനും എനിക്ക് തന്നിട്ടല്ലേ പോയത്. മോനെ, നിങ്ങളെ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞ്. ஒரு செகண்ட். കുടുംബത്തിൽ ഒരാള് ജീവിക്കാൻ നെട്ടോട്ട് ഓടുമ്പോ നിങ്ങൾ നമുക്ക് തന്നെയല്ലേ മുൻതൂക്കം തരുന്നത്. ഗോപകുമാർ ഭരണി സന്താനമുട്ട്. പഠിത്തവും കഴിഞ്ഞ് മകൾക്ക് വിദേശത്തൊരു ജോലി വേണമെന്ന് ആവശ്യം പറഞ്ഞപ്പോ ഞാനൊരു ഏജൻസിയെ പരിചയപ്പെടുത്തി എന്നുള്ളത് നേരം. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ മോളെ കയറ്റി വിട്ടത്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് പോയ കൊച്ച ഇതുവരെ ഞങ്ങളൊന്ന് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കുക. കയറ്റി വിട്ട നിങ്ങളോടൊക്കെ അല്ലേ എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റൂ. കയറ്റി വിട്ടത് ഏജൻസി, അവരോട് പോയി ചോദിക്കണം. നിങ്ങൾക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നൊരു കംപ്ലൈന്റ് കൊടുക്കും. മാമേജൻ ഒരു പീടിയ മുറി, ഒരു കൂൾബാർ, ഇതായിരുന്നു എന്റെ മൈൻഡില്.
എന്നെ കൊണ്ടാണ് മാമൻ ഈ സ്ഥലം മേടിപ്പിച്ച് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് പണിപ്പിച്ചോണ്ടിരിക്കണേ. നിന്റെ ഈ മുഖത്തെ പാടൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഫേസ് ക്രീം കേസിൽ നീ ഇപ്പൊ നാട് മൊത്തം നാട് നിൽക്കുകയല്ലേ? അത് വെച്ച CI പാർത്തനെ മുഖത്തെ പാണ്ടുപോവാ ഇപ്പോഴും ചികിത്സയില്ല. ഇതിലൊന്നും ഇൻഷുറൻസും കിട്ടാത്തോണ്ട് പുള്ളി മുടിഞ്ഞിരിക്കുക. ആ കാര്യം ഞാൻ എപ്പോഴാ പുള്ളി അറിയാണ്ട് പോയി അന്വേഷിക്കുന്നുണ്ട്. നീ മാത്രമല്ല, നാട്ടുകാരെല്ലാരും അന്വേഷിക്കുന്നുണ്ട്. എടാ, കടമ്പകൾ മുമ്പ് ചാടാനുണ്ടെങ്കിൽ നമ്മൾ വാശിയോടെ മുന്നോട്ട് പോകും, എന്നാലേ വിജയിക്കും. മനസ്സിലായ? പലരെയും ഞാൻ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നു. പക്ഷെ അവർക്ക് പോലും ഉള്ളിൽ എന്നോട് നല്ല അസൂയുണ്ട്. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണോടാ. അല്ലാതെ എത്ര കാലം നീ ഇങ്ങനെ അവിടെ ഇരുന്ന് ചരവത്ത് അടിച്ചോണ്ടിരിക്കും? ഇനി വൈകില്ല. എടാ, ഇനിയിപ്പോ ഇത് തീർക്കാനുള്ളത് ഞാനങ്ങ് തന്നേക്കാം. നീ അവന്മാരങ്ങ് ഒഴിവാക്കും. അയ്യോ എടാ, നീ സമയം പോലെ തിരിച്ചു തന്നാ മതി. ഓപ്പോസിറ്റ് വീട്ടുകാരനാ. നിനക്ക് അതും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പാർട്ണർ ആയിക്കോളാം. നമുക്ക് ഇതൊരു ബ്രാൻഡ് ആക്കണം. അകത്തേക്കല്ല പുറത്തേക്ക്. കറക്കം കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ വെച്ചേക്ക്. എനിക്ക് ഇവിടെ ഒന്ന് കയറണം. അതാരാ മാമ? എന്റെ ഒരു പഴയ ഫ്രണ്ടാ. ഗോവിന്ദ, പഴയ നാട്ടുകാർ പുതിയ വീടെടുത്തെന്ന് കേട്ടു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇറന്നിട്ടാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാണല്ലേ? ആ അതെല്ലാം മൂപ്പരുടെ നാട്ടിൽ വെച്ചിട്ടങ്ങ് തീർത്ത്. ഓ, അപ്പൊ പിന്നെ ഇത് അത് മൂപ്പരയുടെ മാടായിപ്പുഴയിൽ ഒഴുക്കണമെന്ന് എൻ്റെ ആശ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ഉം. അന്നും ഇതൊന്നും അറിഞ്ഞില്ല. അല്ല, ആരോട്ടും അറിയിച്ചതുമില്ല. ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ചേർത്തലേക്ക് വന്നേനെ. ചേർത്തലല്ല കേട്ടോ, ചാലക്കുടിക്ക് അടുത്ത കുറവിലക്കാവും. ചാലക്കുടി. ആ, നമ്മള് ഞാൻ ശശിധരൻ, രുക്മിണിയമ്മയുടെ. ഇത് മൂപ്പരുടെ ആൾക്കാരാ. ആ ആ ഞങ്ങളൊക്കെ ഈ ഒരു വായിൽ കിടന്ന് ഒരു പാത്രത്തിൽ ഉണ്ടെന്നൊക്കെ പറയാറില്ലേ? അതുപോലൊക്കെ ആയിരുന്നു. എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞങ്ങള് നാളെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക. ഓ, അല്ല, ഉത്സവത്തിന് മുന്നേ ഭരതേട്ടന്റെ പേരിൽ ഒരു അനുശോചന യോഗം നടത്തുന്നുണ്ടായിരുന്നേ. ആ, எல்லாருமே இவங்கள பார்த்தா ஒரு மாதிரி ஃபீல் பண்றாங்க. അപ്പോ അതിനെല്ലാരും ഉണ്ടാവുമെന്ന് അറിയാനാ. അയ്യോ, ഇവരാരും ഉണ്ടാവില്ല. ഞാനും മോനും വരാം. ഈ അനുശോചനത്തിന് മുമ്പായിട്ടൊരു പ്രശ്നം വന്ന് കിടപ്പുണ്ടേ. അപ്പൊ അതിൽ നിന്നൊന്ന് തലയൂരാൻ ഇവിടുന്ന് വല്ല സഹായം ഉണ്ടാവുമെന്ന് അറിയാനും കൂടെ വന്നു. അത് നിന്നാ ഭരതേട്ടൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ല. എന്നാ കാര്യം എന്താ? അല്ല, ഞാൻ റവന്യൂലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ 3-4 പേര് ചേർന്ന് ഇവിടുത്തെ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നേ. അറിയില്ലേ? നമ്മുടെ ആര്യങ്കാവ് ക്ഷേത്ര കമ്മിറ്റി അല്ലേ? ക്ഷേത്ര കമ്മിറ്റി. അതറിയാം. അത് ആ കാലത്ത് നമ്മളെ ഈ ശമ്പളമില്ലാതെ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ ചെറിയ തിരിമറിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളൊരു ഭണ്ഡാരമൊക്കെ വെച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ 3-4 പേര് ചേർന്ന് ഒരു അമ്പലം തുടങ്ങിയായിരുന്നു. ഏതമ്പലം? ഈ ആര്യങ്കാവ്. അത് നിങ്ങളാണോ തുടങ്ങിയത്? അതെ. ഫാമിലിയെ എപ്പിടുത്താണോ? അന്നൊക്കെ ഈ കൈക്കൂലി പരിപാടി പിടിക്കാനായിട്ട് പല ട്രാപ്പുകളും വെച്ചിരുന്ന കാലമായിരുന്നു. നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാനായിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. നമുക്ക് തരേണ്ടതൊക്കെ ഈ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെയാ അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചു കാലത്തൊക്കെ ആയിട്ട് അത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് കയറി അങ്ങ് കൊളുത്തി. നല്ല റവന്യൂ ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മളാ കൈക്കൂലി പരിപാടിയൊക്കെ നിർത്തി നന്നായി. പിന്നെ നമ്മള് ഇതേ പിടിച്ചിട്ടൊരു കുഞ്ഞ് അമ്പലം ഒന്ന് സെറ്റ് ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. ദേവസ്വമായിട്ട് ലീഗലി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തലവേദന ഒഴിവാക്കാൻ അവിടെ ഉള്ളവരെയൊക്കെ വേണ്ട പോലെ കാണുന്നുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഇതുവരെ എല്ലാം പോയി. പക്ഷെ ഇപ്പൊ അവിടെ ഒരുത്തനെ പൊക്കി. അത് പിടിച്ചൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങും. അതിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ വലിയൊരു പൈസ കെട്ടിവെക്കണം. ഭരതേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുടുങ്ങാൻ പോകുന്നത് ഞങ്ങള് 4 പേര് മാത്രം. ഗോവിന്ദൻ ഈ പറയുന്നൊന്നും മുഴുവനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ എങ്ങനെ നിങ്ങളെ സഹായിക്കേണ്ടത്? ഒന്നുമില്ല, ഈ പറയുന്ന പൈസ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് 2 കോടി രൂപ അവര് ചോദിക്കുന്നു. 1.5 കോടി தான். ഒന്നില്ലെങ്കിൽ ആ പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. മൊത്തം നാടും. നിങ്ങള് എന്താ പ്രതീക്ഷിക്കുന്നത്? ഭരതേട്ടൻ ഏതായാലും നമ്മളോടൊപ്പം ഇല്ലല്ലോ. പുള്ളിയുടെ പേരിലോട്ടെങ്ങാനും ഈ കേസ് അങ്ങോട്ടാക്കി തീർക്കുവാണെങ്കിൽ സംഭവം കാലങ്ങളായിട്ട് നമ്മൾ കൂടെ ഉണ്ടെന്നൊക്കെ സമ്മതിക്കാം. എന്നാൽ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ പുള്ളിയായിരുന്നുവെന്നും നമ്മളൊന്നും അറിയാതെ ഇതിൽ പെട്ടതാണെന്നൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വലിയൊരു മാനക്കേടിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അങ്ങനത്തെ ഇടപാടൊന്നും ആളുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ ഇനി ഇവർക്ക് ജീവിക്കാനുള്ളതാ. പുള്ളി പോയാലും നിങ്ങൾ ഈ പറയുന്ന നാണക്കേടുണ്ടല്ലോ, അത് ഇവർക്കാ ഉണ്ടാവുക. ഒരു ഫ്രോഡിന്റെ ഭാര്യയും മകനെന്ന തരത്തിലായിരിക്കും ആൾക്കാർ ഇവരെ നോക്കിക്കാണാം. ആള് ജീവനോടെ ഇല്ലാന്ന് കരുതി ചുമ്മാ അന്ന് തലയിൽ വെച്ചേരുന്നതല്ല. ഈ ഇടപാട് അയാൾ ചെയ്തിട്ടുള്ളതാ. മരിച്ചുപോയ ഒരാളല്ലേ, നാണം കെടുത്തണം. മരിച്ചുപോയ ആൾക്കാണോ ജീവിച്ചിരിക്കുന്നവർക്കാണോ കൂടുതൽ നാണക്കേട് ഉണ്ടാവുക? ആ,
ശരിക്കും പറഞ്ഞാ പുള്ളി ഇപ്പൊ സേഫാ. ജീവനില്ലാത്തവർക്ക് ആരുടെ പ്രാക്ക് കിട്ടാനാ? നിങ്ങക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് മുഖം രക്ഷിക്കാം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങൾ പറയുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല പിന്നീടുള്ള ഇവരുടെ ജീവിതം. പിന്നെ ഇത് മുഴുവൻ ഞങ്ങൾ മാത്രമായിട്ട് അനുഭവിക്കണമെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇതിലോട്ടൊന്നും കടക്കണ്ട. ഞങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തതിൽ ഒരു 75 ലക്ഷത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. അത് നിങ്ങൾ തന്നാ മതി. 75 ലക്ഷമോ? നടന്നു തന്നെ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വെള്ളത്തിനായിട്ട് വിഴുങ്ങുന്നാണോ വിചാരിച്ചിരിക്കണേ? വിഴുങ്ങിയേ ഒക്കൂ. പുള്ളി നടത്തിയ ഇടപാടിന്റെ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരുപാട് ചെകഞ്ഞ് ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലേ പുള്ളി കൂട്ടത്തിലൊരാളല്ല, ഇതിന്റെ തല തന്നെ പുള്ളിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തലയാ? ആ, ഈ അമ്പലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളൊക്കെ പുള്ളിയുടെ വകയായിരുന്നു. പണ്ട് കാലത്ത് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ ആര്യങ്കാവ് 3 കൂടിയ കവലയില് ലെഫ്റ്റോ റൈറ്റോ ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോ അവിടെ വഴിയരികിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ദരിദ്ര സ്ത്രീയായ മോഹിനീശ്വരി പുള്ളിക്ക് വഴികാട്ടി കൊടുത്തത്. ചേച്ചി, ലങ്കയിലേക്കുള്ള വഴിയൊന്ന് പറയാമോ? അത് ഈ വലത്തോട്ട് തിരിഞ്ഞ് നേരെ വെച്ച് പിടിച്ചാൽ മതി. ഓ, വലിയ ഉപകാരം ചേച്ചി. കുടിക്കാൻ ഒരു ഗ്ലാസ് സംഭാരം. എന്റെ കയ്യിൽ നയാ പൈസ ചില്ലറയൊന്നും ഇല്ലായിരുന്നു. ശ്രീരാമൻ ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയപ്പോ കുടിക്കാൻ സംഭാരവും കഴിക്കാൻ കടലമാവും കടലയും ചേർത്ത ഒരു പലഹാരവും മോഹിനീശ്വരി സൗജന്യമായി കൊടുത്തത്ര. മിച്ചർ. അത് അവരുടെ നല്ല മനസ്സിനോട് മതിപ്പ് തോന്നിയ ശ്രീരാമൻ വെയിലത്തിരുന്ന് കച്ചവടം ചെയ്തിരുന്ന മോഹിനീശ്വരിക്ക് വരമായിട്ട് ഒരു പാർപ്പിടം കൊടുക്കുകയായിരുന്നു. വഴിതെറ്റി പോകേണ്ടിയിരുന്ന ശ്രീരാമന് വഴികാട്ടിയായ മോഹിനീശ്വരി പിന്നീട് 100,000 പേർക്ക് വഴികാട്ടുന്ന മോഹിനീശ്വരി ദേവിയായി. ആ പാർപ്പിടം പിന്നീട് അമ്പലവുമായി. ഈ ഐതിഹ്യം പറഞ്ഞ ഭരതേട്ടൻ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിച്ചത്. രാമായണത്തിൽ ഏത് മോഹിനീശ്വരി? രാമായണത്തിൽ അങ്ങനെ ആരും ഇല്ല. അതും ഭരതേട്ടന്റെ കോൺട്രിബ്യൂഷനാണ്. ഇത്രയൊക്കെ ചെയ്തു വെച്ച ആള് നമ്മുടെ കൂടെ ഇല്ലാന്ന് കരുതിയിട്ട് നമുക്ക് വെറുതെ അങ്ങനെ വിടാൻ പറ്റും? നിങ്ങൾ പറ. നാളെ കഴിഞ്ഞ് പോകുന്നല്ലേ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തും. ഒന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ. இதுல இருந்து ஒண்ணு தெரியுது எனக்கு. முதல்ல போய் எல்லாரும் அவங்க பேரண்ட்ஸ் கிட்ட നല്ല മധുരം. என்னடா மறைச்சு வச்சிருக்கீங்க? തലക്കെന്ത് പറ്റി? തേങ്ങ ഉടച്ചതാ ആര്യങ്കാവ് അമ്പലത്തിൽ. ആ, നല്ലതേ. ശരി. இன்னொரு நக்கல் சிரிப்பு. அதுக்கு இந்த ஒட்டி അപ്പൊ പറഞ്ഞ പോലെ இவன் இப்படித்தானே அவங்க ஊர்ல ஒரு ரிச்சுவல் ஸ்டார்ட் பண்ணலாம். ஆமா. லைக்ஸ் லைக் ஃபாதர் லைக் சன். അയാള് പോയോ? പോയി. അയാളുടെ ഒരു നോട്ടം. ആരാ അത്? അച്ഛന്റെ വകയിലേതൊരു കൂട്ടുകാരനാ. അച്ഛമ്മയുടെ പേരെന്തായിരുന്നു? അച്ഛമ്മയുടെ திட்டுறதுக்கா? അതെല്ലാരും വിളിക്കുന്ന പേരല്ലേ? ശരിക്കുള്ള പേര് മോഹിനീശ്വരി. ആ. അമ്മയ്ക്ക് അച്ഛനോടുള്ള ദേഷ്യവും പരിഭവം ഒക്കെ മാറിയോ? ഓർക്കാൻ പറ്റുന്ന ഒന്നുമല്ല ചെയ്തത്. എന്നാലും അങ്ങ് പോയില്ലടാ. ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഒരു തെറ്റല്ലേ, പോട്ടെ. இப்ப ரெண்டாவது சொல்ல போறாங்க. ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചോ? ആ അങ്ങനെ അയാൾ പറഞ്ഞിട്ട് പോയെ. അച്ഛനാണ് തുടങ്ങിയതെങ്കിൽ ഈ പൂജയും വഴിപാടൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കായിരുന്നു. നാട്ടുകാരെ പറ്റിച്ചാ പോരെ, ദ്രോഹിക്കണ്ടല്ലോ. മരിച്ച് മണ്ണിടിഞ്ഞാൽ ഇയാളെ കൂട്ടിലെ തലവേദന വാർത്തയില്ല. രാഗാൻ വരട്ടെ. അയാൾ ഒരു ഫ്രോഡാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്ന കേട്ട് നമ്മൾ ആരും തുള്ളണ്ടെന്ന എന്റെ അഭിപ്രായം. ആ അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുമ്പോ ആ ബേബി ഒക്കെ ഇല്ലേ, അപ്പൊ അയാളുടെ അടുത്തൊന്ന് ചോദിച്ചാ പോരെ? അയ്യോ വേണ്ട മോനെ, ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെ, ഈ കോവിന്ദിന് എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമുക്ക് നേരെ എറിഞ്ഞാണെങ്കിലോ? അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് മാറ്റുന്ന വീട്ടിൽ പോവാം. ഒന്ന് പോയേ അവിടുന്ന്. അച്ഛനെ അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനാക്കി ഇട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിവിടെ ആരും സമ്മതിക്കില്ല. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ എടുത്തു പിടിച്ചോന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായമൊന്നുമില്ല. ആലോചിച്ചിട്ട് എവിടെ വരെ പോകും ശശിയേട്ടാ? അല്ല ചോദിച്ചതാ. കൊടുത്ത ചില്ലറ കിട്ടണ ഏതെങ്കിലും സ്ഥലത്തിന്റെ മുകളിലായിരിക്കുമല്ലോ ശശിയേട്ടൻ്റെ ആലോചന വന്ന് നിൽക്കുക. നിങ്ങൾ പുറത്തുള്ളവരെ സെറ്റിൽ ചെയ്ത് വിടുന്ന പോലെ ഞങ്ങളെയും കൂടെ വല്ലപ്പോഴും ഒന്ന് പരിഗണിക്കുക. ഞാനൊന്നും നിങ്ങളൊന്നും കണ്ണിൽ പോലും പെടുന്നില്ല എന്നവരെ എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ പറയണ കുഴപ്പം. பாவம், எனக்கு இவரை பார்த்தா தான் ரொம்ப கஷ்டமா இருக்கு. அதான் அவங்க அப்பா எல்லாத்தையும் பண்ணிட்டு போயிட்டாரு, இவர் பாவம் ஃபேஸ் பண்ண வேண்டியதா இருக்கு. மனிதாபிமானத்தோடயும் നടந்துக்கணும். കിടന്നോ? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, ഒറ്റ രാത്രി കൊണ്ട് മറിച്ചതാ. കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുക. വീടോ, ഇതൊക്കെ ഇപ്പൊ കൊടുത്തില്ലെങ്കിലേ ജീവിതം മൊത്തത്തിൽ ഇരുട്ടിലാവും. എന്റേത് വൈകിട്ട് എത്തിക്കാം. സത്യേട്ടന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. ആൾക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യെന്നാ പറയണേ. ആയ കാലത്ത് അർമാദിച്ചിട്ടേ ഒരു പ്രശ്നം വന്നപ്പോ സ്ട്രെസ്സും സങ്കടവും പറഞ്ഞ് ഷെയറിടാതെ മുങ്ങാനാണ് പ്ലാനെങ്കിൽ ഞാൻ പൂട്ടുവേ. അത് ആരായാലും. ഗോവിന്ദ, നമുക്ക് ഈ മോഹൻദാസിനോടെ ഈ 1.5 CR ഒന്ന് താഴ്ത്തി പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? നടന്നത് തന്നെ.
വെറും നാറിയ. ஒருவேளை அவன் 75 லட்சம் தான் சொல்லிருக்கலாமோ. പ്രതാപമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. நீ தான் ഡബിൾ ദ അമൗണ്ട് ആ சொல்ற. ഭണ്ഡാരത്തിലാണെങ്കിൽ കാര്യമായ വരവൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വല്ലത് കിട്ടുന്നതാണെങ്കിലോ അത് ഈ ഐതിഹ്യത്തിന്റെ പേരുള്ള മിച്ചറ സംഭാരവും കൊടുത്ത് അതാ വഴിക്ക് ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലെ മോണോപ്പൊളി പരിപാടികളൊന്നുമില്ല. പിന്നെ ചോറൂണ്, വാഹന പൂജ, കല്യാണം ഇതൊക്കെ കോമ്പറ്റീഷൻ നിൽക്കുന്ന അമ്പലത്തിലേക്കാ പോണേ. ഈ ജോലി പ്രേമമൊക്കെ സെറ്റപ്പ് ആക്കി തരുമെന്ന് ചോദിച്ചു വരുന്ന അയ്യോ പാവങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പഴയ പ്രീമിയം ഭക്തന്മാരിൽ ഒരാൾ പോലും നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ബേബി പറഞ്ഞ പോലെ ഇതൊന്ന് ചവിട്ടാൻ പറ്റുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ നിർത്താം. നിർത്തിയിട്ട് നമുക്ക് പോവാന്ന്. ആ പോവാ, നിനക്കൊക്കെ പോവാ. കെട്ടിപ്പറക്കി പോവാൻ നിനക്കൊക്കെ വേറെ നാടുണ്ടല്ലോ. ഇത് എന്റെ നാടാ. ആയ കാലത്ത് ഭണ്ഡാരം തുറന്നുണ്ടാക്കിയത് വെച്ച് നീയൊക്കെ മക്കളെ പഠിപ്പിച്ചും നാട്ടിൽ സ്വത്തുണ്ടാക്കി കൂട്ടിയപ്പോഴേ ഞാൻ മൊത്തം ഇറക്കിയത് ഇവിടെയാ എന്ന് വെച്ച് ഞാൻ ആണെങ്കിലേ ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായോ? ഇനി ഫണ്ട് അറേഞ്ച് ആയില്ലെങ്കിൽ നമുക്ക് മുന്നിൽ വേറൊരു വഴിയുണ്ട്. ബട്ടർ മിൽക്ക്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിത് ഭരതൻ നായരുടെ മണ്ടയിലോട്ടിട്ട് മാപ്പ് സാക്ഷിയാവാം. നാട്ടുകാരെ പറ്റിച്ച കൂട്ടത്തിൽ നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ പോരെ. അയാളുടെ പേരിൽ അനുശോചന യോഗം തീരുമാനിച്ചത് താൻ തന്നെയല്ലേ? എന്നിട്ട് അയാൾക്കിട്ട് തന്നെ ഇങ്ങനെ ചാമ്പിയാലോ? അനുശോചനമൊക്കെ നടക്കട്ടെ. പുള്ളി അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു പണിയങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കയറിക്കോളും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്കൂട്ടാവാം. അങ്ങനെയൊക്കെ വേണം. വേണം. നിങ്ങൾ ചെന്നാ സത്യനോടെ വച്ച കരള് വിറ്റിട്ടായാലും 2 ദിവസത്തിനുള്ളിൽ കാശും കൊണ്ടുവരാൻ പറയും. ഇവിടെ ആർക്കും ഒരു അളവൊന്നുമില്ല. പൊക്കോ. இப்ப அவர் பண்ணாரா இல்லைன்னே சொல்லலையே. அவர் பேர்ல வச்சிடலாம்னு சொல்லியிருக்காங்க. இது அந்த ஈவெண்டா കണ്ടോളൻസി അത് അത് பண்ணுவாங்க. ഇനിയമ്മേ, ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ലേ? അയാളാ? ആ നമ്പർ സേവ് ചെയ്തേക്ക്. അല്ല വിളിയും വന്നാ എടുക്കണ്ട. തെണ്ടി സൂക്ഷിക്കോ. തേങ്ങ കിട്ടില്ലേ? ചുമ്മാ തൊഴുതേച്ച് പോവാതെ എന്തെങ്കിലും ചില്ലറയും കൂടെ ഇട്ടിട്ട് പോവാ ശശി. നമ്മുടെ പ്രതാപകാലത്തായിരുന്നു ഇതിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ. ഇനി നിങ്ങളൊക്കെ വിചാരിച്ചാലേ എന്തേലും നടക്കും. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടല്ലോ അല്ലേ? എപ്പോ എത്ര നാളെ അങ്ങോട്ടേക്ക് പറയാം. അല്ല ഇനിയിപ്പോ പെട്ടെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ഞാൻ വരുന്നവരെ കാക്കണമെന്നില്ല. നൈസായിട്ട് ഇതിലോട്ടൊന്ന് തട്ടിയാൽ മതി. ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. വന്ന വഴി മറക്കരുതല്ലോ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഇതിനി എന്ന് പറയാൻ തമ്പുരാനെ. തനിക്ക് ആവശ്യത്തിന് തിന്നാനുണ്ടല്ലോ. പാവങ്ങൾ എന്തിനാ ഊറ്റാ നിക്കണേ? ഏജൻസിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് താൻ വാങ്ങിച്ചെടുത്ത കാശിന്റെ പകുതി പോലും അവർക്ക് കൊടുത്തില്ല. അവര് കൈയൊഴിഞ്ഞു. എന്റെ മോള് തട്ടിച്ചെടുത്ത കാശിന്റെ ഉത്തരവാദിത്വം കാണിക്കും. ഇതേ തോന്നിയാസം പറഞ്ഞാലേ ചവിട്ടി എല്ലൊടിക്കും നാളെ. ഇത് ഏജൻസി പറഞ്ഞ കഥയല്ലേ? കയറ്റി വിട്ട എനിക്ക് മാത്രമല്ല, പറഞ്ഞയച്ച നിനക്കും കയറിപ്പോയ അവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. ഒന്നിറങ്ങി അന്വേഷിച്ചു നോക്കും നിന്റെ മകൾക്ക് അവിടെ വല്ല കുറ്റിയുണ്ടോ. എടാ പ്ലാൻ ചെയ്ത് സ്കൂട്ടായതായിരിക്കും രണ്ടും കൂടെ. ആ റൂട്ട് പിടിക്കുന്നതായിരിക്കും സേഫ് എന്ന് അവർക്ക് തോന്നിക്കാണും. നീയൊക്കെ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് കരഞ്ഞു മെഴുകുമെന്നല്ലാതെ അവിടെ ചെന്ന് അന്വേഷിച്ചെത്താനുള്ള വക്കില്ലാന്ന് അവർക്കറിയാം. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി നോക്കും. അതിനിടയ്ക്ക് എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയില്ലെങ്കിൽ നീ എന്തിയോടാ നാറി? എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റില്ല. ஓ பயங்கரமான வில்லனா இருப்பார் போலயே. எமோஷனலா சைக்காலஜிக்கலா இது பண்றாரு. ശശിധരൻ തൃക്കേട്ട, സരസ്വതി, ശ്രീലത, ശാന്തി, ഭാഗ്യമൊന്നുമില്ല. இவங்க ஃபேமிலி பேர் ஃபுல்லா இருக்கும். அதனாலதான் எல்லாரும் அவங்க வித்தியாசமா பார்த்திருக்காங்க. அவங்க ஊர்க்காரங்களே வித்தியாசமா பார்த்திருக்காங்க. എനക്കെന്തോ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നല്ല പരിചയവും ഒരുപാട് അടുപ്പമുള്ള പോലെ തോന്നിയേനും. ഇപ്പൊ ரொம்ப ஷாக்கி ஆகல.
അവിടെ അമ്പലത്തിൽ ചെന്ന് കണ്ടതും പിന്നത്തെ ഇതും ഒക്കെ കൂടെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഇത് തള്ളിക്കളയണേ നമുക്കച്ഛനെ അത്ര വിശ്വാസമായിരിക്കണം. അതിപ്പോ തള്ളിക്കളയണ്ട. ഈ വക സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് വരുന്നത്. അതും 7 സഹായം കൊണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അച്ഛൻ ഇമാതിരി പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആള് ചില്ലറ പുലിയൊന്നുമല്ലട്ടാ. ഈ പെൺമ പറയുന്ന കേട്ടാത്തോന്ന് നിന്റെ അച്ഛൻ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വലിയ കമലാസനാണ്. എടേ ഗോവിന്ദരാജെ കൊണ്ട് വലിയ ശല്യായിരിക്കാന്നേ. എന്തായി அந்த அக்கா மட்டும் கொஞ்சம் உடம்பு போட்டிருக்காங்க, மற்றவங்க எல்லாருமே அப்படி இருக்காங்க. പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിച്ചായിരുന്നു. ഞാൻ പറയുന്നത് ബേബിയേട്ടനെ വിളിക്കുന്നതിൽ തെറ്റില്ല. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകുന്നത് നല്ലതല്ലേ? അയ്യോ ശശി, അത് വേണ്ട. അവരെല്ലാം ഭയങ്കര പ്രശ്നക്കാരാ. പണ്ട് അമ്പലത്തിനും നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാന്നും പറഞ്ഞ് അച്ഛനൊരു 30 ലക്ഷം ഉറുപ്പ്യ എവിടെന്നല്ലോ ഒപ്പിച്ച് കൊടുത്തിനേനു. അതിന്റെ പുറത്ത് പിന്നെ കേസും കൂട്ടുമായി. അങ്ങനെയാ പിന്നെ നമ്മൾ വീട് വിട്ടിട്ട് വാടക വീട്ടിലേക്ക് വരേണ്ടി വന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അവർ അച്ഛനെ പറ്റിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഇത്ര നാളും മിണ്ടാതിരിക്കായിരുന്നോ? ഞാൻ എന്താ ചെയ്യാ, എന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പൊ നടക്കുന്നെല്ലാം വെച്ച് എന്റെ ഒരു തോന്നലാ. ശശി, നാളെ അവര് വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ അറിയില്ല. എല്ലാരും കൂടെ ആലോചിക്കാം. ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടാകണം. நல்ல ஒரு തിരിച്ചിട്ട് പോയിട്ടാറില്ല നേരത്തെ എല്ലാരും പക്കനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് ശശിയേട്ടന് നല്ലോണം ഫീൽ ആയി ഉണ്ടാവല്ലേ? ശശിയേട്ടന് മാത്രമല്ല എല്ലാവർക്കും. സഹായിക്കണമില്ല. നമ്മുടെ വിഷമങ്ങളും കൂടെ അവര് സിമ്പിൾ ആയിട്ട് എടുക്കണം കാണുമ്പോഴാണ് കൂടുതൽ പൊളിയാണ്. അവര് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നാളെ അയാൾ വരുമ്പോ എന്താ പറയാ? എല്ലാം കൂടെ ഇടപെടൽ അടിച്ചുകൊണ്ട് പോകാണ്ടിരുന്നാ മതിയായിരുന്നു. മോഹിനീശ്വരി, നിനക്കിവിടെ സെക്യൂരിറ്റി പണിയൊന്നും ഇല്ലല്ലോ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? എന്തൊരു ബഹളായിരുന്നു ഇന്നലെ രാത്രി. എന്താടാ, വിശന്നിട്ടാണോ? വിശിക്കണോ? ஒண்ணும் இல்ல, பீகல் மாதிரி இருக்குல்ல, காலை பெருசா வச்சுட்டேன். സിംബ ബിസ്ക്കറ്റ് തീർന്നതാ. സിംബ എടുത്തിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ. എന്താടാ, വാശിയാണോ? എന്താ ഇതിന്? സിംബയുടെ ബിസ്ക്കറ്റ് എന്താ വാങ്ങിക്കാത്ത? അത് മറന്നുപോയി. കാലത്തെന്താ കഴിക്കാൻ? ഇഡലി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. ഇന്നത്തെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. இதுக்கு கோபுற நீ സൈക്കോ. நானும் அதுதான் நினைச்சேன். എന്നാ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. அவங்க பழகிட்டாங்கன்னு நினைக்கிறேன். கோதுமை ருசிப்பட்ட பாரு. சாக்ஸா ഇറങ്ങോടി. നിങ്ങൾ ഈ പട്ടിക്ക് കൊടുക്കുന്ന പരിഗണനയുടെ ഒരാവശ്യമെങ്കിലും എനിക്ക് തന്നൂടെ? പട്ടിയല്ല, സിംബ. അവൻ അങ്ങനെ വിളിച്ചാ മതി. இவர் காலத்துல தானே எல்லாரும் சாவி பூட்டி வைக்கிறாரு. தூக்கிட்டு போற பாரு. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம அடுத்த பாட்டில் சந்திப்போம். பை பை.